oh my, you're my broken love. Nobody's gonna save and oh my, you're my broken love. So come on, let me show you how. Oh my, you're my broken love. Oh my, you're my broken love. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. കൂടെ നിതീഷും ഉണ്ട് കേട്ടോ. നിതീഷാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഞങ്ങൾ വെറുതെ വന്ന എല്ലാവരും കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി പറഞ്ഞു കഴിഞ്ഞാൽ ധോണി വാട്ടർഫാൾസിലേക്ക് പോകുന്ന റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടു. ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എൻട്രോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നത് തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മരങ്ങൾ വേണ്ടോ? എന്തായാലും അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ധോണി വാട്ടർഫാൾസിൻ്റെ അവിടെ അടുത്താണ് ഉള്ളത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 1:30ക്കാണ് ന്യൂ ബാച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. നമുക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പ്. ഇനി പുറത്തേക്ക് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകണം. പോയി വരുമ്പോഴേക്കും 1:30 എന്തായാലും കഴിയും. അപ്പോൾ നമുക്ക് ദൈവദൂതനെ പോലെ അവിടെ അടുത്ത് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടും. അവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ മച്ചാൻ അപ്പോൾ നമുക്ക് വേണ്ടി അവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ തുടങ്ങിയതായിരുന്നു നന്നായി. അപ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദിശ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മച്ചാൻ പറഞ്ഞ് ബ്രെഡ് ഓംപ്ലേറ്റും അവിൽ മിൽക്കും അടിച്ചു തരാം. നിങ്ങളെന്തായാലും മല കയറാൻ പോകണമല്ലേ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇതാണുള്ളൂ ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് മതി, ധാരാളമാണ്. കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അത്രയും ദൂരം പോയി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള സംഭവമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്തായാലും ഫുഡ് എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കുള്ള ഫുഡ് ഇത് അവിടെ വന്നു. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. ഇപ്പോൾ 2 ബ്രെഡ് ഓംപ്ലേറ്റും നമ്മളിതാ അവിൽ മിൽക്കൊക്കെ ഉണ്ടാ, നല്ല അടിപൊളി അവിൽ മിൽക്ക് കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ബ്രെഡ് ഓംപ്ലേറ്റൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗിരീഷേട്ടൻ്റെ ഷോപ്പാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഗിരീഷേട്ടൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തന്നു ബ്രെഡ് ഓംപ്ലേറ്റും അവിൽ മിൽക്കും ഉണ്ടാക്കി തന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് എല്ലാവരും സാധാരണക്കാർക്ക് താങ്ങുന്ന രീതിയിലുള്ള റേറ്റിലും കൂടിയാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഗിരീഷേട്ടൻ കൊള്ളലാഭമൊന്നും എടുക്കില്ല. അത് മാത്രമല്ല, നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഡാമിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു വെള്ളച്ചാട്ടത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ട്രക്കിങ് ചെയ്യാനും അതുമാത്രം ഇവിടെ കാണിക്കണേക്കാൾ കൂടുതൽ സ്ഥലങ്ങളും പിന്നെ ഹോം സ്റ്റേ ആണെങ്കിൽ ഹോം സ്റ്റേ. ഇനിയിപ്പോൾ ഒരു പാടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പാടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഗിരീഷേട്ടൻ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ വരുന്ന ആളുകൾ ഗിരീഷേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെ ഗിരീഷേട്ടൻ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നുങ്ക് ഷേക്ക്.
ഒരു ചെറിയ വെള്ളം നമ്മളിത് അവിടുന്ന് 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോൾസ് എത്തും കേട്ടോ. അപ്പോൾ 2 കിലോമീറ്റർ കൂടി നമ്മൾ കാട്ടിൽ കൂടെ ട്രക്ക് ചെയ്ത് പോകണം കേട്ടോ. ഗൈസ് നിങ്ങൾക്കിപ്പോൾ കാണണ്ടോയെന്ന് അറിയില്ല, സിംഹവാലം കുരങ്ങാട്ടാ. അയ്യോ ഓടിപ്പോയി. അതെവിടെയത്? അതാ പോണു. നമ്മളൊരു ഷോർട്ട് കട്ട് അടിക്കാൻ വേണ്ടി പോകും കേട്ടോ. നമ്മുടെ ഗൈഡ് ഏട്ടൻ പറഞ്ഞു ഇത് കൂടെ കയറിക്കോളാം. ഓക്കെ അവിടെ വെക്കാം. ഇത് കൂടെ പോയി കഴിഞ്ഞാലും മുകളിലത്തെ റോട്ടിക്കാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലൂടെയാണ് മുകളിലേക്ക് കയറിപ്പോൾ. ഇതിശ ചാടി ഓടിക്ക് കയറുന്നുണ്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. അല്ല തലകുത്തി വീടാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷെ എങ്കിൽ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നൊന്ന് എൻജോയ് ചെയ്യേണ്ട സംഭവം തന്നെ കേട്ടോ ഈ കാട്ടിനുള്ള കൂടെ ഈ ഒരു ട്രക്കിങ്. കൈസ് ഇതുപോലെ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വേണം നമുക്ക്. കുറേ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ? അച്ഛൻ്റെ കുരങ്ങന്മാരാ തോന്നുന്നുണ്ട്. അധികം കിളികളും ഇതിനുള്ളിലുണ്ട് കേട്ടോ. മുകളിലെത്തിക്കാം. മുകളിൽ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. മുകളിലേക്ക് എത്തണം. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. അടിയത്തേക്ക് നല്ല തണുപ്പ് മാത്രമല്ല ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ചെവി അടയുന്നുണ്ട്, പിന്നെ തുറക്കും, പിന്നെ അടയും, അങ്ങനെയാണ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ നമുക്ക് മോൻ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൈഡ് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടെ വെള്ളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഴികളുണ്ട് കേട്ടോ. ഈ വെള്ളം വന്നിട്ടുണ്ടായിരിക്കുന്ന കുഴികൾ തന്നെയാണ്. അതിലൊക്കെ നിറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഴികളാണ്. അവിടെ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, നല്ല രസത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം. അവിടെ ഒന്ന് പോയി നോക്കാം. അയ്യവാ അടിപൊളിയാട്ടോ. നോക്കിയേ എന്ത് രസം നോക്കിയേ.
ഇതിലൂടെ ഒക്കെ വെള്ളം വരുന്നതാണ്. ഇപ്പോൾ വെള്ളം സാധാരണ സീസണിലേക്ക് വളരെ കുറവാണ്, എങ്കിൽ കൂടി അത് അടിപൊളിയാട്ടോ. അവിടെ നിന്നാണ് വരുന്നത്. നിതീഷ് അവിടെ മുഖം കഴുകുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളം മുഖം കഴുകാം കേട്ടോ. വഴുക്കലുണ്ട് അടിയിൽ, അത് നോക്കാം. ഓ വേറെ ലെവൽ, വേറെ ലെവൽ, നല്ല തണുപ്പാണേ. വേറെ ലെവൽ, വേറെ ലെവൽ. ക്യാമറയ്ക്കൊക്കെ വെള്ളമായി കേട്ടോ ഫോണിക്ക്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഗോപ്രോയിലൊന്നും അല്ല കേട്ടോ ഷൂട്ട് ചെയ്യണത്, നമ്മൾ സാധാ മൊബൈൽ ക്യാം വെച്ചാണ്. അപ്പോൾ അതിന് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ദയവ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മളത് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞില്ലേ ഇവിടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് കേട്ടോ. നമ്മളിപ്പോൾ അത് വരുന്ന സ്ഥലത്താണ്, വെള്ളം വരുന്ന സ്ഥലത്താണ് നമ്മൾ, അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ പോയത്. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ ആ വ്യൂ കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഇതാണ്. നോക്കിയേ ഗൈസ്, ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കേട്ടോ, ഇതുപോലെ വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിൽ വരണം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അവിടുന്ന് വരുന്ന വെള്ളം കണ്ടോ, ഒഴുകിയതേ അങ്ങോട്ട് പോകുന്നു. ഒരു കാടിന് നടുവിലായിട്ട് ഒരു കിടിലം വെള്ളച്ചാട്ടം. ഇതിലൂടെയാണ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വന്നത്. അവിടെ മരം കൊണ്ട് എന്തോ കെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇരിക്കാൻ വേണ്ടി, മുള കൊണ്ട്. ഇതിനുള്ളിലുള്ള ഒരു ആംബിയൻസ് ഇതാണ്. നല്ല രസമാട്ടോ. നിങ്ങളെന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് ട്രെക്കിങ് താല്പര്യമുണ്ട്, ഇതൊരു വെള്ളച്ചാട്ടവും കാണാൻ താല്പര്യമുണ്ട്, എനിക്കൊരു എന്താ പറയുക, കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ, നല്ലൊരു പ്രകൃതിയോട് ഇണങ്ങി എന്നൊക്കെ പറയില്ലേ, ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. എൻ്റെ ഈ ക്യാമറ കാഴ്ചകളിലൂടെ അല്ലാണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് ഇത് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ താഴത്തെത്തി നമ്മളിതാ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. അവിടുന്ന് പുറത്തിറങ്ങി വെള്ളത്തിന് ഭയങ്കര ദാഹം. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയൊരു കടയില്ലേ നമ്മുടെ ഗിരീഷാൻ്റെ കട, അപ്പോൾ ഗിരീഷാൻ്റെ കടയിൽ വന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ 2 ഫ്രഷ് ലൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്രയാവും, നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ, എലിഫൻറ്റ് ആണ് ഗൈസ്.